ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു SCRT സെഷനായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഭക്ഷ്യ കാർഷിക വിളകൾ അല്ലെങ്കിൽ ഗവേഷണ കേന്ദ്രങ്ങൾ ഇവയിൽ നിന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. അത് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ള SCRTയിലെ 3 ചാപ്റ്റേഴ്സിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമതായിട്ട് 10th ജോഗ്രഫിയിൽ കൊടുത്തിട്ടുള്ള 8ാമത്തെ ചാപ്റ്ററായ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന ഈ ഒരു ടെക്സ്റ്റ്, അതിനകത്ത് ഈ ഒരു ചാപ്റ്റർ. രണ്ടാമത് 5ാം ക്ലാസ്സിലെ വിത്തിനുള്ളിലെ ജീവൻ എന്ന ഈ ഒരു ചാപ്റ്റർ. അതുപോലെ 7th മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന ചാപ്റ്റർ. അപ്പോൾ ഈ 3 ചാപ്റ്ററുമാണ് നമ്മൾ അതിനകത്ത്. ഈ ഒരു ചാപ്റ്ററിനകത്ത് 10th ഈ ഒരു ചാപ്റ്ററിനകത്തെ മൊത്തം ടോപ്പിക്ക് നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് മാത്രമുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ. നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ആദ്യം നമ്മൾ നോക്കുന്നത് കാർഷിക കാലങ്ങൾ, വിളയിറക്കൽ കാലം, വിളവെടുപ്പ് കാലം, പ്രധാനപ്പെട്ട വിളകൾ. ഇതൊരു ടാബുലർ ഫോമായിട്ട് തന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു പോവാം കേട്ടോ. നമുക്ക് അറിയാവുന്നതാണ്, എന്നാലും ഒന്ന് പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് കാർഷിക കാലങ്ങൾ, അവയുടെ വിളയിറക്കൽ കാലം, വിളവെടുപ്പ് കാലം, പ്രധാനപ്പെട്ട വിളകൾ. ഇതൊരു ടാബുലർ ഫോമായിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ ഇതാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് കാർഷിക കാലം? ഖാരിഫ്, റാബി, സെയ്ദ് എന്നിവയാണ്. നോക്കാം. ഖാരിഫ് കാലം. ഖാരിഫ് വിളകളുടെ വിളയിറക്കൽ കാലം എപ്പോഴാണ്? മൺസൂണിന്റെ ആരംഭത്തിലാണ്. ഖാരിഫ് ജൂൺ മാസത്തിലാണ്. മൺസൂണിന്റെ ആരംഭ കാലഘട്ടത്തിലാണ് വിളയിറക്കൽ കാലം. വിളവെടുപ്പ് കാലം എപ്പോഴാണ്? നവംബർ ആദ്യ വാരത്തിലാണ്, അതായത് മൺസൂണിന്റെ അവസാനം. ഖാരിഫ് മൺസൂണിന്റെ ആരംഭത്തിൽ വിളയിറക്കുന്നു, വിളവെടുപ്പ് കാലം മൺസൂണിന്റെ അവസാനവുമാണ്. പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല എന്നിവയാണ്. ഓക്കെ, നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല എന്നിവയാണ് പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ. അടുത്തത് റാബിയാണ്. റാബി വിളകളുടെ വിളയിറക്കൽ കാലം ശൈത്യകാലത്തിന്റെ ആരംഭത്തിലാണ്. ശൈത്യകാലാരംഭത്തിൽ നവംബർ മധ്യത്തോടു കൂടിയാണ് റാബി വിളകളുടെ വിളയിറക്കൽ കാലം വരുന്നത്. വിളവെടുപ്പ് കാലമോ? വേനലിന്റെ ആരംഭത്തിലാണ്. റാബി വിളകളുടെ വിളവെടുപ്പ് കാലം വേനലിന്റെ ആരംഭത്തിലാണ്. മാർച്ച് മാസത്തോടുകൂടി വിളവെടുപ്പ് കാലം ഏതാണ്? റാബിയാണ്. പ്രധാനപ്പെട്ട വിളകൾ ഏതാണ്? പ്രധാനപ്പെട്ട റാബി വിളകളാണ് ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ എന്നിവ. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ എന്നിവ. അടുത്തത് സെയ്ദ്. സെയ്ദ് കാർഷിക കാലത്തിന്റെ വിളയിറക്കൽ കാലം മാർച്ച് മാസത്തിലാണ്. മാർച്ച് മാസത്തിൽ, അതായത് വേനലിന്റെ ആരംഭത്തോടുകൂടി വിളയിറക്കുന്നു. ജൂണില് മൺസൂണിന്റെ ആരംഭത്തോടുകൂടി വിളവെടുക്കുകയും ചെയ്യുന്ന കാലമാണ് സെയ്ദ് കാലം അല്ലെങ്കിൽ സെയ്ദ് വിളകൾ. ഓക്കെ, പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ഏതൊക്കെയാണ് സെയ്ദിലുള്ളത്? പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ്. ഓക്കെ, പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് സെയ്ദ് കാർഷിക കാലത്തിന്റെ പ്രധാനപ്പെട്ട വിളകൾ. ഇനി ചെറുധാന്യങ്ങളെയാണ് തിനകൾ എന്ന് വിളിക്കുന്നത്. ചെറുധാന്യങ്ങളെ തിനകൾ എന്ന് വിളിക്കുന്നു. ഭക്ഷ്യധാന്യങ്ങളിൽ ഉൾപ്പെടുന്ന ജോവർ, ബജ്ര, റാഗി എന്നിവ തിനവിളകൾ അല്ലെങ്കിൽ മില്ലറ്റ്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്നു. ജോവർ, ബജ്ര, റാഗി എന്നിവ തിനവിളകൾ എന്ന് അറിയപ്പെടുന്നു. ഇവ ചെറുധാന്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അടുത്തത് കാർഷിക വിളകൾ. ഇന്ത്യയിലെ കാർഷിക വിളകളെ പ്രധാനമായും 2ആയിട്ട് തരംതിരിക്കുന്നു. ഒന്ന് ഭക്ഷ്യവിളകൾ, 2 നാണ്യവിളകൾ. ഭക്ഷ്യവസ്തുക്കളായിട്ട് നേരിട്ട് ഉപയോഗിക്കാവുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ. വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ചില ഭക്ഷ്യവിളകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, ഇതവിടെ നെല്ല് കൊടുത്തിട്ടുണ്ട്. ഇവയുടെ സവിശേഷതകളും പ്രധാനപ്പെട്ടതാണ്. നോക്കാം. നെല്ല് ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയായ നെല്ല് എന്ത് തരം വിളയാണ്? ഖാരിഫ് വിളയാണ്. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഉയർന്ന താപനിലയും ധാരാളം മഴയും നെൽകൃഷിക്ക് ആവശ്യമാണ്. ഉയർന്ന താപനില, അതായത് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയും അതുപോലെ 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും നെൽകൃഷിക്ക് ആവശ്യമാണ്. മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സൗകര്യത്തോടെ നെൽകൃഷി ചെയ്തു വരുന്നു. നദീതടങ്ങളിലും തീരസമതലങ്ങളിലുമാണ് മുഖ്യമായും നെൽകൃഷി ചെയ്യുന്നത്. സിവാലിക് പർവ്വതച്ചെരുവുകളിലും തട്ടുതട്ടുകളായി
നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, സിവാലിക് പർവ്വത ചെരുവുകളിലും തട്ടുകളായിട്ട് നെൽകൃഷി ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, നദീതടങ്ങളിലും തീരസമതലങ്ങളിലുമാണ് പ്രധാനമായിട്ടും നെൽകൃഷി ചെയ്യുന്നത്. അപ്പം നെല്ലിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയാണ് നെല്ല്. ഇതൊരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. താപനില ഉയർന്നതായിരിക്കണം. 24°C മുകളിൽ താപനിലയും ധാരാളം മഴയും 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴയും ഈ ഒരു നെൽകൃഷിക്ക് ആവശ്യമാണ്. മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സൗകര്യത്തോടെ നെൽകൃഷി ചെയ്തു വരാറുണ്ട്. നദീതടങ്ങളിലും തീരസമതലങ്ങളിലുമാണ് മുഖ്യമായും നെൽകൃഷി ചെയ്തു വരുന്നത്. സിവാലിക് പർവ്വത ചരിവുകളിലും തട്ടുകളായിട്ട് നെൽകൃഷി ചെയ്ത് വരാറുണ്ട്. അടുത്തത് ഗോതമ്പാണ്. ഓക്കെ, ഗോതമ്പ് ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയായ ഗോതമ്പ് ഒരു റാബി വിളയാണ്. ഗോതമ്പ് ഒരു റാബി വിളയാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം. മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഈ വിളയ്ക്ക് 10°C മുതൽ 26°C വരെ താപനിലയും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്. മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് ഗോതമ്പ്. 10°C മുതൽ 26°C വരെയാണ് താപനില ആവശ്യം. 75 സെൻറ്റിമീറ്റർ വരെയാണ് മഴയുടെയും ആവശ്യം. ഓക്കെ, അപ്പോൾ ഗോതമ്പ് എന്താണ്? ഒരു റാബി വിളയാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം. അപ്പോൾ നെല്ലും ഗോതമ്പും നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തത് ചോളം. ഭക്ഷ്യവിളകളുടെ ഉത്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണ് ഉള്ളത്. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നുണ്ട്. ശരാശരി 75 സെൻറ്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. ശരാശരി 75 സെൻറ്റിമീറ്ററോളം മഴ ലഭിക്കണം. ഓക്കെ, നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണാണ് അനുയോജ്യം. ചോളം കൃഷിക്ക് നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണാണ് ഏറ്റവും അനുയോജ്യം. മധ്യപ്രദേശ്, കർണാടകം, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് മുഖ്യമായും ചോളം കൃഷി ചെയ്യുന്നത്. മധ്യപ്രദേശ്, കർണാടകം, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് മുഖ്യമായിട്ടും ചോളം കൃഷി ചെയ്യുന്നത്. നെല്ല്, ഗോതമ്പ്, ചോളം എന്നിവയെ കൂടാതെ ബാർലി, തിനവിളകൾ, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയും ഇന്ത്യയിലെ ഭക്ഷ്യവിളകളിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു 2 തരം കാർഷിക വിളകളാണ് ഉള്ളതെന്ന്. നാണ്യവിളകളും ഭക്ഷ്യവിളകളും. നമ്മൾ ഭക്ഷ്യവിളകൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നാണ്യവിളകളാണ് നോക്കുന്നത്. അവയെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് നാരുവിളകൾ, പാനീയ വിളകൾ, സുഗന്ധവിളകൾ, മറ്റു വിളകൾ എന്നിങ്ങനെ. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. നാരുവിളകളിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? പരുത്തി, ചണം എന്നിവയാണ്. പാനീയ വിളകളിൽ തേയില, കാപ്പി എന്നിവ ഉൾപ്പെടുന്നു. സുഗന്ധവിളകളിൽ ഏലം, കുരുമുളക് എന്നിവയും മറ്റു വിളകളിൽ കരിമ്പ്, റബ്ബർ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നോക്കാം. പരുത്തി. മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലവും 20 മുതൽ 30°C വരെ താപനിലയും ചെറിയ തോതിൽ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ്. അപ്പോൾ പരുത്തി കൃഷിക്ക് എന്തൊക്കെയാണ് ആവശ്യം? മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലം വേണം. 20 മുതൽ 30°C വരെ താപനില ആവശ്യമാണ്. ചെറിയ തോതിൽ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ്. കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് ഏറ്റവും അനുയോജ്യം. ഏതൊക്കെ തരം മണ്ണാണ്? കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് പരുത്തി കൃഷിക്ക്. ഓക്കെ, വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ പരുത്തിയെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നു. വസ്ത്രനിർമ്മാണ രംഗത്ത് വ്യാപകമായി തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട് പരുത്തിയെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നു. അപ്പോൾ യൂണിവേഴ്സൽ ഫൈബർ എന്താണ്? പരുത്തിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? പരുത്തി തുണി വ്യവസായമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മിൽ സ്ഥാപിതമായത് 1818 കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ്. ഓക്കെ, എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മില്ല് സ്ഥാപിതമായത് എപ്പോഴാണ്? 1818 എവിടെ? കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ്. എന്നാൽ വൻതോതിൽ ഉൽപാദനം ആരംഭിക്കുന്നത് 1854 മുംബൈയിലാണ്. ആദ്യമായിട്ട് ആരംഭിച്ചതാണ് 1818. വൻതോതിലുള്ള ഉൽപാദനം 1854 മുംബൈയിലാണ് ആരംഭിക്കുന്നത്.
ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തിത്തുണി ഉൽപാദന കേന്ദ്രം മുംബൈ ആയതിനാൽ ഈ നഗരത്തെ കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ കോട്ടണോപോളിസ് നഗരം ഏതാണ്? മുംബൈ ആണ്. മുംബൈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരുത്തി തുണി ഉൽപാദന കേന്ദ്രം മുംബൈ ആയതിനാൽ ഈ നഗരത്തെ കോട്ടണോപോളിസ് നഗരം അല്ലെങ്കിൽ കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്നു. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. അടുത്തത് ചണം കൃഷിയും ചണ വ്യവസായവും. ഇന്ത്യയിലെ മറ്റൊരു നാര് വിളയാണ് ചണം. ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിലാണ് ചണം വളരുന്നത്. ഉയർന്ന താപനിലയും 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും ചണം കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. ഉയർന്ന താപനിലയും 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും ചണം കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഇതിന് ആവശ്യം. ചണം കൃഷിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ്. പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാന ചണ ഉൽപാദന മേഖല. പശ്ചിമ ബംഗാൾ, അസം, ഒഡീഷയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മാത്രമാണ് പ്രധാനമായും ചണം കൃഷി ചെയ്യുന്നത്. എവിടെയൊക്കെയാണ്? പശ്ചിമ ബംഗാൾ, അസം, ഒഡീഷയുടെ ചില ഭാഗങ്ങൾ. ഇനി തേയില. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അസം, പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ തേയിലത്തോട്ടങ്ങൾ ഉള്ളത്. അസം, പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട്. 200 മുതൽ 250 സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും 25 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുമുള്ള കുന്നിൻ ചെരുവുകളാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. 200 മുതൽ 250 സെന്റിമീറ്റർ വരെ മഴയും 25 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുമുള്ള കുന്നിൻ ചെരുവുകളിലാണ് തേയില കൃഷി ഏറ്റവും നന്നായിട്ട് കൃഷി ചെയ്യാനായിട്ട് പറ്റുക. ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് ഈ തോട്ടവിളയ്ക്ക് ആവശ്യം. ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. അടുത്തത് കാപ്പിയാണ്. ഒരു ഉഷ്ണമേഖലാ തോട്ടവിളയായ കാപ്പിയുടെ ഉൽപാദനത്തിൽ ഇന്ത്യ 6ാം സ്ഥാനത്താണ്. കർണാടകം, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി പശ്ചിമഘട്ട മലനിരകളിലാണ് ഇന്ത്യയിലെ കാപ്പിത്തോട്ടങ്ങളുള്ളത്. കർണാടകം, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി പശ്ചിമഘട്ട മലനിരകളിലാണ് ഇന്ത്യയിലെ കാപ്പിത്തോട്ടങ്ങൾ. മിതമായ താപനിലയും ഉയർന്ന വർഷപാതവുമാണ് കാപ്പിക്ക് വേണ്ടത്. മിതമായ താപനിലയും ഉയർന്ന വർഷപാതവുമാണ് കാപ്പി കൃഷിക്ക് വേണ്ടത്. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം കാപ്പിക്കുരുക്കളാണ് ഇന്ത്യ മുഖ്യമായും ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അറബിക്ക എന്നത് ഒരു കാപ്പി ഇനമാണ് അല്ലെങ്കിൽ കാപ്പിയാണ്. ആകെ ഉൽപാദനത്തിൽ 2/3 ഭാഗവും കർണാടകത്തിൽ നിന്നാണ്. കാപ്പിയുടെ ആകെ ഉൽപാദനത്തിൽ 2/3 ഭാഗവും കർണാടകത്തിൽ നിന്നാണ്. അടുത്തത് സുഗന്ധവിളകൾ. ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പു, ഇഞ്ചി തുടങ്ങിയ സുഗന്ധവിളകൾക്ക് പ്രാചീന കാലം മുതൽക്കേ പുകൾപെറ്റ രാജ്യമാണ് ഇന്ത്യ. പശ്ചിമഘട്ട മലനിരകളിലാണ് സുഗന്ധവിളത്തോട്ടങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിട്ടുള്ളത്. നീർവാർച്ചയുള്ള വനമണ്ണ്, മണൽ മണ്ണ് എന്നിവയും ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥയുമാണ് ഇവിടുത്തെ അനുകൂല ഘടകങ്ങൾ. അപ്പോൾ സുഗന്ധവിളകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്തൊക്കെയാണ്? നീർവാർച്ചയുള്ള വനമണ്ണ്, മണൽ മണ്ണ് എന്നിവയും ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥയുമാണ്. ഓക്കെ. അടുത്തത് കരിമ്പു കൃഷി. കരിമ്പു കൃഷിയും പഞ്ചസാര വ്യവസായവും. കരിമ്പ്. ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. ഉഷ്ണമേഖലാ വിളയാണ് കരിമ്പ്, അതിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ് ഉള്ളത്. അപ്പോൾ കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് എന്നിവയാണ് കരിമ്പ് കൃഷിക്ക് പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ അനുയോജ്യമായത് എന്ന് അറിഞ്ഞിരിക്കുക. കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിൻ്റെ നീരെടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ കരിമ്പിലെ സൂക്രോസിന്റെ അളവ് കുറയും. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദ്യപേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിൻ്റെ നീരെടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ കരിമ്പിൻ്റെ സൂക്രോസിന്റെ അളവ് കുറയും. അടുത്തത് ഉത്തർപ്രദേശാണ് കരിമ്പിന്റെയും പഞ്ചസാരയുടെയും ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത്. പഞ്ചസാരയും ശർക്കരയും കരിമ്പിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പഞ്ചസാരയും ശർക്കരയും കരിമ്പിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി റബ്ബർ നോക്കാം.
25°C കൂടിയ താപനിലയും 180 സെന്റിമീറ്ററിന് മുകളിൽ മഴയുമാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം. 25°C കൂടിയ താപനിലയും 180 സെന്റിമീറ്ററിന് മുകളിൽ മഴയുമാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം. മറ്റു കൃഷികൾക്ക് പൊതുവെ അനുകൂലമല്ലാത്ത ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് ഏറെ അനുയോജ്യമായത്. മറ്റു കൃഷികൾക്ക് പൊതുവെ അനുകൂലമല്ലാത്ത തരത്തിലുള്ള ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കാലാവസ്ഥ നമ്മൾ കണ്ടു, ഏത് തരം മണ്ണാണ് പ്രധാനപ്പെട്ടതെന്ന് കണ്ടു. നോക്കാം. തമിഴ്നാട്ടിലെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ചെറിയ തോതിൽ റബ്ബർ കൃഷി ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, കടൽ കടന്നെത്തിയ റബ്ബർ. ബ്രസീലാണ് റബ്ബറിന്റെ ജന്മദേശം. റബ്ബറിന്റെ ജന്മദേശം എവിടെയാണ്? ബ്രസീലാണ്. 1875 ബ്രിട്ടീഷുകാരനായ സർ വില്യം ഹെൻറിയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത്. 1875 ബ്രിട്ടീഷുകാരനായിട്ടുള്ള സർ വില്യം ഹെൻറിയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത്. മധ്യ തിരുവിതാംകൂറിലെ കുന്നിൻ ചെരുവുകളിൽ ആരംഭിച്ച റബ്ബർ കൃഷി മലബാറിലേക്കുണ്ടായ കുടിയേറ്റത്തിലൂടെ വടക്കൻ ജില്ലകളിലേക്കും വ്യാപിച്ചു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇത്രയാണ് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. വിത്തിനുള്ളിലെ ജീവൻ, 5th ചാപ്റ്ററാണ്. ഇതിൽ കുറച്ചേ പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കൂ, ഒരു കായിക പ്രജനനത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതുപോലെ ബീജാങ്കുരണം ജെർമിനേഷൻ ഓഫ് സീഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കാം. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്തുമുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം. അനുകൂല സാഹചര്യത്തിൽ, അതായത് ചെടി വളരുന്നതിനായിട്ട് ഒരു നിശ്ചിത സാഹചര്യം വേണം എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായിട്ട് വളരുന്നതിനെയാണ് ബീജാങ്കുരണം അല്ലെങ്കിൽ വിത്തുമുളയ്ക്കൽ എന്ന് പറയുന്നത്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നതാണ് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നതിനെ നമ്മൾ ബീജമൂലം എന്ന് പറയുന്നു. ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നു. ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ഭാഗം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അതാണ് പ്യൂമ്യൂൾ അല്ലെങ്കിൽ ബീജശീർഷം എന്നറിയപ്പെടുന്നത്. ബീജശീർഷം വളർന്നിട്ട് കാണ്ഡമായിട്ടും മാറുന്നു. ഓക്കെ, വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലം, ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്നത് ബീജശീർഷം. ഈ ബീജമൂലം വളർന്ന് വേരാകുകയും ബീജശീർഷം വളർന്ന് കാണ്ഡമായി മാറുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ബീജാങ്കുരണം, ബീജമൂലം, ബീജശീർഷം എന്നിവ നമ്മൾ പഠിച്ചു. അടുത്തത് കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതിനെയാണ് കായിക പ്രജനനം എന്ന് പറയുന്നത്. അപ്പോൾ കായിക പ്രജനനം കണ്ടു. നമുക്ക് ഇത് അടുത്ത ടെക്സ്റ്റിലൂടെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ കായിക പ്രജനനം എന്താണ്? സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം. കാർഷിക വിളകളും ചില കാർഷിക വിളകളും അവയുടെ ജന്മദേശവും കൊടുത്തിട്ടുണ്ട്. നോക്കിക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, റബ്ബറിന്റെ ജന്മദേശം എവിടെയാണ്? ബ്രസീൽ. ബാക്കിയൂടെ നമുക്ക് നോക്കാം. കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി ഇവയുടെ എല്ലാം ജന്മദേശം അമേരിക്കയാണ്. കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, തക്കാളി എന്നിവയുടെ ജന്മദേശം അമേരിക്കയാണ്. തേയിലയുടെ ജന്മദേശം ചൈന, ക്യാബേജിന്റെ ജന്മദേശം യൂറോപ്പ്, റബ്ബർ, കശുമാവ് എന്നിവയുടേത് ബ്രസീലുമാണ്. തേയില ചൈന, ക്യാബേജ് യൂറോപ്പ്, റബ്ബർ, കശുമാവ് എന്നിവ ബ്രസീലിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തത് 7th ചാപ്റ്ററാണ്. 5th ചാപ്റ്ററിൽ അത്ര തന്നെ നമുക്ക് നോക്കാമല്ലോ കേട്ടോ. 7th നോക്കൂ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും. വിത്തിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനമാണ്. വിത്തിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാകുന്നതിനെ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നു. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല എന്നീ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിനെ കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നും പറയുന്നു. സങ്കര ഇനം തെങ്ങ്. ചില സങ്കര ഇനം തെങ്ങുകളെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ ഇവ മൂന്നുമാണ് സങ്കര ഇനം തെങ്ങിനങ്ങളാണ് ഇവ മൂന്നും. ചന്ദ്രലക്ഷ ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ചേർന്നതാണ്. ചന്ദ്രശങ്കര ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോൾ. ലക്ഷഗംഗ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാ ബോത്തമും ആണ്. ഓക്കെ, ഇനി കുറച്ച് സങ്കര ഇനം വിത്തിനങ്ങൾ നോക്കാം. നെല്ല്,
പവിത്ര, ഹ്രസ്വ, അന്നപൂർണ എന്നിവ നെല്ലിനമാണ്. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ എന്നിവ നെല്ലാണ്. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്നിവ പയർ ഇനങ്ങളാണ്. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്നിവ പയർ ഇനങ്ങളാണ്. ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ എന്നിവ പച്ചമുളകിനങ്ങളാണ്. ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ എന്നിവ പച്ചമുളകാണ്. ഇനി വെണ്ട ഇനങ്ങൾ ഏതൊക്കെയാണ്? കിരൺ, അർക്ക, സൽകീർത്തി, അനാമിക എന്നിവയാണ് വെണ്ട ഇനങ്ങൾ. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി എന്നിവ വെണ്ടയുടെ വിത്തിനങ്ങളാണ്. വഴുതന വിത്തിനങ്ങളാണ് സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നിവ. സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നിവയാണ് വഴുതനയുടെ വിത്തിനങ്ങൾ. മുക്തി, അനഘ, അക്ഷയ എന്നിവ തക്കാളി ഇനങ്ങളുമാണ്. മുക്തി, അനഘ, അക്ഷയ. നോക്കിക്കേ, പിക്ചറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പവിത്ര നെല്ല്, സൽകീർത്തി എന്നത് വെണ്ട ഇനമാണ്, ജ്യോതിക പയറുവർഗമാണ്, നീലിമ വഴുതന, അനുഗ്രഹ എന്നത് പച്ചമുളകാണ്, അക്ഷയ തക്കാളി ഇനവുമാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, പ്രിയങ്ക. പ്രിയങ്ക പാവലിനമാണ് പ്രിയങ്ക. കേരള കാർഷിക സർവകലാശാലയാണ് ഈ ഒരു ഇനം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രിയങ്ക എന്താണ്? പാവലിനമാണ്. ടിഷ്യൂ കൾച്ചർ എന്താണ്? ടിഷ്യൂ കൾച്ചർ ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടി വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ എന്നത്. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ. മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള തൈകൾ ഈ സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള തൈകളാണ് ടിഷ്യൂ കൾച്ചറിലൂടെ വികസിപ്പിക്കുന്നത്. ഇനി നമ്മുടെ നാട്ടിലെ ചില കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. കേരള കാർഷിക സർവകലാശാല അല്ലെങ്കിൽ KAU, കേരള കാർഷിക സർവകലാശാല തൃശ്ശൂരിലെ മണ്ണൂത്തിയിലാണ്. മണ്ണൂത്തി, തൃശ്ശൂർ. കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി, തൃശ്ശൂർ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്താണ്, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്നു. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് സ്ഥിതി ചെയ്യുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ കാസർഗോഡും സ്ഥിതി ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി, തൃശ്ശൂർ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടവിള പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെയാണ് ഇടവിള അല്ലെങ്കിൽ ഇന്റർ ക്രോപ്പ് എന്ന് പറയുന്നത്. ഇടവിള എന്നാൽ എന്താണ്? പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളാണ് ഇടവിളകൾ. മണ്ണിന്റെ ഫലഭൂഷ്ടി നിലനിർത്താൻ ഇത് സഹായകമാണ്. ഇനി വിള പര്യായം എന്താണ്? ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള ചെയ്യുന്നതിനെയാണ് വിള പര്യായം അല്ലെങ്കിൽ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇടവേളകളിൽ നെൽപ്പാടത്ത് പയറ്, ഉഴുന്ന് എന്നിവയൊക്കെ കൃഷി ചെയ്യാറുണ്ട്. അപ്പൊ അതാണ് ക്രോപ്പ് റൊട്ടേഷൻ. അതുപോലെ ഇന്റർ ക്രോപ്പ് എന്താണെന്ന് നമ്മൾ കണ്ടു. അടുത്തത് പയറുവർഗ്ഗങ്ങളെ കുറിച്ച് നോക്കാം. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു മൂലകമാണ് നൈട്രജൻ. അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് വലിച്ചെടുക്കാൻ സസ്യങ്ങൾക്ക് കഴിവില്ല. ജലത്തിൽ അലിഞ്ഞു ചേർന്ന നൈട്രേറ്റ് ലവണങ്ങളാണ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. എന്നാൽ ചില ബാക്ടീരിയകൾക്ക് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാനുള്ള കഴിവുകളുണ്ട്. ഇത്തരം ബാക്ടീരിയകളിൽ ഒന്നാണ് റൈസോബിയം ബാക്ടീരിയ. റൈസോബിയം. പയർ, തൊട്ടാവാടി, കൊഴിഞ്ഞിൽ, മുതിര, ഉഴുന്ന് തുടങ്ങിയ സസ്യങ്ങളുടെ വേരിൽ ഇവ വസിച്ച് അന്തരീക്ഷ നൈട്രജനെ വലിച്ചെടുക്കുന്നു. ഈ സസ്യങ്ങൾ നശിക്കുമ്പോൾ സസ്യപോഷകങ്ങൾ മണ്ണിൽ ചേരുന്നു. ഓക്കെ, ജൈവ കീടനാശിനികൾ അല്ലെങ്കിൽ ബയോ പെസ്റ്റിസൈഡ്സ് ആണ് പുകയില കഷായം, വേപ്പിൻ പിണ്ണാക്ക്, വേപ്പിൻ എമൽഷൻ എന്നിവയൊക്കെ. പേരുകളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 3 ടെക്സ്റ്റിൽ നിന്നും അത്യാവശ്യം വേണ്ട ഭക്ഷ്യ കാർഷിക വിളകളുമായി ബന്ധപ്പെട്ടതും അതുപോലെ കാർഷിക വിളകളുമായി ബന്ധപ്പെട്ടതുമായ പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ SCERT പാഠഭാഗങ്ങൾ എന്തായാലും പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളതാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.